ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസണല്ലേ. അപ്പോൾ നമുക്ക് മാംഗോ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് സ്വീറ്റ്സിൻ്റെ റെസിപ്പി നോക്കാം. നമുക്കപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യമായിട്ട് വേണ്ടത് പാലാണ്. അതൊരു കടായിലേക്ക് ഞാനൊരു 1.5 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വളരെ കുറച്ച് അളവിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ അളവ് വേണമെങ്കിൽ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻറ്റ് ഡബിൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ പാലിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഓപ്ഷനിലാണ് കേട്ടോ. ഞാൻ ഇതിനകത്ത് പാൽപ്പൊടിയും മിൽക്ക് മെയ്ഡും ചേർക്കുന്നില്ല. അത് രണ്ടും ഓപ്ഷനിലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് ചേർക്കുമ്പോൾ ഒന്നുകൂടെ ഒരു ക്രീമിനെസ് കൂടുമെന്നല്ലാതെ ഇല്ലെന്ന് പറഞ്ഞ ഒരു പ്രശ്നമില്ല. ഇവിടേക്ക് ഞാൻ കുറച്ച് നല്ല മധുരമുള്ള മാമ്പഴത്തിൻ്റെ വെറൈറ്റിയാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് പ്യൂരി ആയിട്ടും വെച്ചിട്ടുണ്ട്, കുറച്ച് നട്ട്സായിട്ട് ബദാമും പിസ്തായും ചെറുതായിട്ട് നുറുക്കിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാലിലേക്ക് ഇനി നമുക്ക് വേണ്ടത് കസ്റ്റർഡ് പൗഡറാണ്. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡർ കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കുറുകി വരുന്നവരെ ചെറുതീയിൽ കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരം നോക്കിയിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സമയത്താണ് ഞാൻ പാൽപ്പൊടി ഇടുന്നത്. പാൽപ്പൊടി വേണമെങ്കിൽ ആദ്യം തന്നെ ചേർക്കാം കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. ഈ ചൂടിൽ തന്നെ പാൽപ്പൊടി നന്നായിട്ട് ഇതിൽ മിക്സപ്പ് ആയിക്കോളും. ഈ പാൽപ്പൊടിയും മിൽക്ക് മെയ്ഡും ചേർക്കുമ്പോൾ ഒന്നുകൂടെ ഒരു ക്രീമിനെസ് കൂടും, ഇതിനൊന്നുകൂടെ ഒരു ടേസ്റ്റ് കൂടും. ഇപ്പം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ലേശം പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഉണ്ട് കേട്ടോ. അതോടെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് ഈ കസ്റ്റർഡ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെറിയൊരു പാത്രത്തിലാണ് അസംബിൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ പകുതി മതി. അതുകൊണ്ട് പകുതി ഞാൻ വേറെ മാറ്റി പകുതി ഈ പാത്രത്തിൽ തന്നെ വയ്ക്കുകയാണ്. വേണ്ടല്ലേ, ഇത് നല്ലതായിട്ട് സ്മൂത്തായിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടായിട്ട് ഭാഗിക്കാം. ഇത് 2 പാത്രത്തിലാക്കി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഈ മാംഗോ പ്യൂരി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അളവൊന്നുമില്ല, മാംഗോയുടെ ടേസ്റ്റ് അനുസരിച്ചും അതിൻ്റെ ഫ്ലേവർ അനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം ഇളക്കി നോക്കി ടേസ്റ്റ് ചെയ്തിട്ട് കൂടുതലും കുറവാക്കുക കേട്ടോ. ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റുള്ളൊരു ഇതാണ്. ഇവിടെ ഒരു മാംഗോ കസ്റ്റേർഡ് എന്നൊക്കെ തന്നെ പറയാം. പക്ഷേ അത് ഞാനിപ്പോൾ നന്നായിട്ട് കുറുക്കി എടുത്തിരിക്കുന്നത് ഇച്ചിരി തിക്കാണ്. നമ്മൾ ഈ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന പോലെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇത് തണുത്ത് കഴിയുമ്പോൾ വരുന്നത്. നിങ്ങൾക്കിത് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ പാലൊഴിച്ച് ഇത് ലൂസാക്കാം. എന്നിട്ട് മാംഗോസ് അരിഞ്ഞിട്ട് കഴിക്കാം. മാംഗോ കസ്റ്റേർഡായിട്ട് എങ്ങനെ വേണമെങ്കിലും. എനിക്കിത് നല്ല തിക്കായിട്ടിരിക്കുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇനി നമുക്കിതെല്ലാം അസംബിൾ ചെയ്യാം. ഞാനിവിടെ ഈ ലെയർ പുഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസിൻ്റെ ഒരു ജാറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ അറബിക് പുഡിങ് പോലെ തന്നെ ഒരിതാണ്. അതിൻ്റെ അകത്തൊരു മാമ്പഴം കൂടെ വരുന്നെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് സൈഡെല്ലാം കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബ്രെഡ് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന കസ്റ്റർഡ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് മാംഗോ മിക്സ് ചെയ്തതല്ല, അല്ലാത്തത്, അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഈ മാമ്പഴത്തിൻ്റെ പ്യൂരെ കുറച്ച് 2-3 ടീസ്പൂൺ അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ സെയിം ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുക, എങ്ങനെ വേണേലും. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാങ്ങ ചങ്ക്സാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നല്ല മധുരമുള്ള മാമ്പഴം എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചിലത് ഇച്ചിരി പുളിയുള്ളത് ഇതിന് വലിയ രസം കാണില്ല. നല്ല മധുരമുള്ളത് നോക്കിയെടുക്കാം. ഇനിയും കുറച്ച് നട്ട്സ് കൂടെ ഇട്ട് കൊടുക്കുക അവിടെ ഇവിടെയായിട്ട്. എന്നിട്ട് ഇനി ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഈ പാത്രം നിങ്ങൾക്ക് എത്രയുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഇൻഗ്രീഡിയൻസ് എത്ര ഉണ്ട്, അല്ലെങ്കിൽ പാത്രത്തിന് വലിപ്പം എത്ര ഉണ്ട്, അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് അതിൻ്റെ അകത്ത് ലെയറായിട്ട് അസംബിൾ ചെയ്ത് കൊടുക്കുക. സെയിം പ്രോസസ്സ് തന്നെ. ഇവിടെ അധികം മധുരപ്രിയരല്ല, അതുകൊണ്ടാണ് ഞാൻ ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ ഈ ബ്രെഡിൻ്റെ വെച്ച് കൊടുക്കുന്ന സ്വീറ്റ്സ്, ലെയർ പുഡിങ്സ് കുഞ്ഞുങ്ങൾക്ക് അധികം ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ചെറിയൊരു പാത്രത്തിൽ ഉണ്ടാക്കിയതേ ഉള്ളൂ. നിങ്ങൾ കൂടുതൽ അളവ് വേണമെങ്കിൽ വലിയ പാത്രത്തിൽ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടുക, ഇതിനനുസരിച്ച് ഡബിളോ ത്രിബിളോ ആക്കുക. ഇപ്പം ലെയറിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്.
അപ്പം ദേ ബാക്കിയുള്ള കസ്റ്റർഡ് ശരിക്കും ഒഴിച്ച് കൊടുക്കുന്ന സൈഡിലേക്കൊക്കെ. ഇനി ഇതുപോലെ തന്നെ മാംഗോയുടെ ചങ്ക്സും അവിടെ ഇവിടെ ഇട്ടിട്ട് നട്ട്സ് ഇട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക കേട്ടോ. ഫ്രീസറിലല്ല, നോർമൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. തണുത്ത് കഴിയുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ്. വളരെ എളുപ്പമല്ലേ റെസിപ്പി. നമുക്ക് ആദ്യം എപ്പം വേണം ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. വലിയ ചിലവൊന്നും ഇല്ലാതെ സാധാരണ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ചെയ്യാം. നമുക്ക് ഈ കസ്റ്റർഡ് എന്നുള്ളത് കസ്റ്റർഡ് ഇല്ലാത്തവർക്ക് കോൺഫ്ലോർ വെച്ചും ചെയ്യാം കേട്ടോ. ഇതേപോലെ തന്നെ ഇതേപോലെ തന്നെ അന്നേരം വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ വാനില എസൻസോട് ചേർത്താൽ മതി അതിനകത്ത്. ഇപ്പം നമ്മുടെ കസ്റ്റർഡ് ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് ഈ തിക്നെസ്സിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം. ഇത് ഒരു ഐസ്ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിലിരിക്കും കേട്ടോ തണുക്കുമ്പം. നിങ്ങൾക്ക് ഇതിനേക്കാൾ ലൂസായിട്ടാണ് വേണമെങ്കിൽ അത് കുറച്ചുകൂടി ലൂസാക്കുക. അതുപോലെ അതിലേക്ക് മാമ്പഴം അരിഞ്ഞിടുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ഇത് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാം. ഇതിപ്പോൾ അത്യാവശ്യം തണുത്തിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കാണിക്കാം കേട്ടോ എങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇത് കണ്ടില്ലേ, ഇത് അത്യാവശ്യം അതിന് ഒരു തിക്നെസ് ഉണ്ട്. അത് ഞാൻ നന്നായിട്ട് കുറുക്കിയോണ്ടാണ് കേട്ടോ. അധികം കുറുക്കുന്നില്ലെങ്കിൽ അത് ലൂസായിട്ടിരിക്കും. അന്നേരം നമുക്ക് അതിലേക്ക് മാമ്പഴം അരിഞ്ഞിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ. നമ്മൾ മാംഗോ കസ്റ്റർഡ് പോലെ. ഇപ്പം നമ്മുടെ ബ്രെഡിൻ്റെ സ്വീറ്റ് നല്ലതായിട്ട് ബ്രെഡ് സ്ലൈസസ് എല്ലാം നന്നായിട്ട് കുതിർന്ന് നല്ല ജ്യൂസി ആയിട്ട് അതിൻ്റെ തിരുപ്പുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. ഇത് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ നമുക്ക് ആരും അതിഥികൾ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന 2 ചെറിയ സ്നാക്കിൻ്റെ അല്ലെങ്കിൽ ചെറിയ സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.